ബിന്നീനെ പോലെ തന്നെ വേറെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ബിന്നിയുടെ പോലെ ഒരു ബോൾഡായിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ ചരിത്രത്തിൽ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അത്രത്തോളം ഫേക്ക് അല്ലാത്ത രീതിയിലാണ് ബിന്നിയുടെ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്നത്തെ സൺഡേ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ബിന്നി എവിക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷനേ അല്ല, ഫെയർ ആയിട്ടുള്ള, വളരെയധികം ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെയാണ്. ആക്ച്വലി ബിന്നി ഇവിടെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു, നല്ല ആക്റ്റീവും ആയിരുന്നു. പക്ഷേ നല്ല രീതിയിൽ കൊത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ടായിരുന്നു. അനുമോൾക്കെതിരേക്ക് നല്ല രീതിയിൽ കൊത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെ. ഇന്നത്തെ ഫുള്ളായിട്ടുള്ള എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ വലിയ സംഭവങ്ങളായിട്ടൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. സാറ്റർഡേ എപ്പിസോഡിലായിരുന്നു എല്ലാ റോസ്റ്റിങ്ങും ഫ്രൈയും ഒക്കെ സാറ്റർഡേയിലായിരുന്നു. സൺഡേയിൽ അങ്ങനെ സംഭവമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബിന്നിയുടെ എവിക്ഷൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. കാരണം കുത്തിത്തിരിപ്പിന്റെ റാണിയാണ്, രാജ്ഞിയാണ് ഈ ഒരു ബിന്നി. ഇപ്പോഴും ബിഗ് ബോസിൽ ഗെയിം കളിക്കാതെ അല്ലെങ്കിൽ ഒരു രീതിയിലും ആളുകൾ കാണാത്ത ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിൽ നിലനിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ സാബുമോനെ സംബന്ധിച്ച് സാബുമോൻ ഒരു രീതിയിലും എങ്ങനെയാണ് ബിഗ് ബോസിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്? ഈ മീഡിയക്കാരൻ എന്തെന്നാണ് ഈ ചോദിക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തി എന്തെന്നാണ് ചോദിക്കുന്നത്? സാബുമോൻ ഒന്നും ചെയ്യാതെയാണല്ലോ അവിടെ PR-ന്റെ ബലത്തിൽ മാത്രം പിടിച്ചു നിൽക്കുകയാണെന്നാണ് ഈ ഒരു വ്യക്തി ഇവിടെ ബിന്നിനോട് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, സാബുമോൻ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. അതായത് ആരോടും വഴക്കിനോ വക്കാണത്തിനോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പിനോ പരദൂഷണം പറയാനോ അങ്ങനെയുള്ള ഗ്യാങ്ങുകളിലൊന്നും നമുക്ക് ഈ ഒരു സാബുമോനെ കാണാൻ പറ്റില്ല. പക്ഷെ ഗെയിമിന്റെ കാര്യം വരുമ്പം നല്ല ഡീസൻ്റ് ആയിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് സാബുമോൻ. പിന്നെ സാബുമോൻ്റെ ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെ ആൾക്കാരെ പിടിച്ചു നിർത്തും. ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ചിന്താഗതിയും ഓരോരോ ഇഷ്ടങ്ങളും അല്ലേ, അതുപോലെ തന്നെ. പക്ഷെ ആക്റ്റീവ് അല്ല എന്ന് നിങ്ങൾ പറയരുത്. PR-ന്റെ വർക്ക് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരാളല്ല ഈ ഒരു സാബുമോൻ. എന്തായാലും നല്ല രീതിയിൽ ഡീസൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ചോദ്യം തീരെ ശരിയല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? അടി ഉണ്ടാക്കിയാലും ബഹളം ഉണ്ടാക്കിയാലും ഒച്ചപ്പാടുണ്ടാക്കിയാൽ മാത്രമേ ആ ഒരു വ്യക്തി ബിഗ് ബോസിനുള്ളിൽ ആക്റ്റീവാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ക്യാമറ സ്പേസ് അടി ഉണ്ടാക്കി ക്യാമറ സ്പേസ് ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതായത് അവിടെ അങ്ങോട്ട് ഞാൻ അവിടെ ഉണ്ടെന്നുള്ള ഒരു രീതിയിൽ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അടി കൂടുന്ന ആൾക്കാരെ നമ്മൾ പല എപ്പിസോഡുകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാബുമോനെ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റാറില്ല. പക്ഷേ ഗെയിമിൻ്റെ കാര്യം വരുമ്പോൾ നല്ല പക്ക ഡീസൻ്റ് ആയിട്ട് നല്ല വൃത്തിയിൽ ഗെയിം കളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈ ഒരു സാബുമോനെ സ്പെഷ്യൽ ഇഷ്ടം ഉണ്ടാവും, സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവും, വോട്ട് വരുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അല്ലാതെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ അടിക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കതിനെ അനുകൂലിക്കാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്, ഡീസൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് സാബുമോനെ. അപ്പം ഇങ്ങനെയൊക്കെ പിന്നെ അനുമോളുമായിട്ട് ഈ ഒരു ബിന്നിക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വെളിയിലുണ്ടായിരുന്നു. അതിൻ്റെ രീതിയിൽ അനുമോൾ നല്ല രീതിയിൽ ഈ ഒരു ബിന്നി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെയുള്ളൂ, വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ബിന്നി എവിക്റ്റ് ആയത് ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആണെന്ന് പലരും പറഞ്ഞു കേട്ടു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ അല്ല, ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആണ്. ഇങ്ങനെ കുത്തിരിപ്പുണ്ടാക്കുന്ന ഒരു വ്യക്തി അതിനുള്ളിൽ വേണ്ട എന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഒരു സാബുമോൻ്റെ കാര്യം അതും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ആ ഒരു ബിഗ് ബോസിൽ നോക്കുമ്പം വലിയ ആക്റ്റീവും കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഗെയിം വരുമ്പം നമ്മൾ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട്, ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്ന നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ളേ, അങ്ങനത്തെ ആളെയല്ലേ അതിൽ വേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരാളെ നോക്കുമ്പം സാബുമോൻ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. ഇന്നത്തെ എപ്പിസോഡിൽ പറയത്തക്ക രീതിയിലൊരു സംഭവം അങ്ങോട്ട് ഞാൻ കണ്ടില്ല. അത് ഏകദേശം ഒരു നോർമൽ എപ്പിസോഡ് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഗ്രൂപ്പിസവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അതില നൂറ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്താ പറയുക,
വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് എത്രയൊക്കെ ഗ്രൂപ്പ്സും കളിച്ച് ഇവർ ഗെയിം കളിച്ച് മുന്നോട്ട് പോയാലും വരുന്ന ഒരു 4 ആഴ്ച കൊണ്ട് ഗെയിം ആകെ മൊത്തം മാറി മറിയും. താഴെ കിടക്കുന്നവൻ മേലെ കയറാനും മേലെ കിടക്കുന്നവൻ താഴെ എത്താനും ഒക്കെ ബിഗ് ബോസ് മാത്രം വിചാരിച്ചാൽ മതി. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു പ്രൊഡിക്ഷനും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രൊഡിക്ഷൻ ഒന്നും നടക്കാറില്ല. ബിഗ് ബോസിന് ആര് ജയിപ്പിക്കണമോ അതാണ് അവര്. പ്രേക്ഷകന്റെ വിധി എന്നൊക്കെ പറഞ്ഞു വരുമെങ്കിലും പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ ബിഗ് ബോസിന്റെ വിധിയാണ്. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആരുടെയും PR കാര്യങ്ങളൊന്നുമല്ല. PR കുറിച്ചൊക്കെയാണ്. PR ഉള്ളവൻ അവിടെ വൻമരം പോലെ വാഴുന്നു എന്നുള്ള രീതിയിലൊക്കെ ടോക്കുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ അതിനും ഞാൻ എതിരാണ്. PR ഒരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കളിക്കുന്നവനല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. എന്നാലും PR വേണം. ഇത്രയൊരു വലിയ പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിൽക്കാൻ PR വേണം. അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിലെ ഗെയിമും ബിഗ് ബോസും ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ടത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.